ഒന്ന് പോരുന്ന ലേഖനമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ അല്പമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പറയാറുള്ളത് പോലെ വളരെ ചുരുങ്ങിയ നിലയിലുള്ളൊരു പഠനം മാത്രമാണ് നാം നിർവഹിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കുന്നവർ അത് കുറെ കൂടെ ആഴമേറിയ നിലയിൽ പഠിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് വരുന്ന ആദ്യത്തെ 6 അധ്യായങ്ങൾ നാം ഒരളവിൽ ചിന്തിച്ചു. 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം സഹായിച്ചു. 7-ാം അധ്യായം നാം മനസ്സിലാക്കുമ്പോൾ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അധ്യായമാണ്. ശ്രദ്ധിച്ച് നാം പഠിച്ചുവെങ്കിൽ മാത്രമേ, എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, എനിക്ക് ആദ്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഠന വിഷയമായിട്ട് ഈ ലേഖനം വായിക്കുന്നത്. അല്ലാതെ വായിക്കും, എന്നാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആദ്യം വായിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകാതെ വരും. എന്നാൽ കൂടുതൽ പ്രാർത്ഥനയോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ വീണ്ടും പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം കുറെ കൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിന് പിന്നിലുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണം. ഒന്ന് വരുന്ന 7-ാം അധ്യായത്തിലെ വിഷയം നാം നേരത്തെ തന്നെ മനസ്സിലാക്കിയുണ്ടായി. ആദ്യത്തെ 6 അധ്യായങ്ങൾ പൗലോസ് കേട്ട വിഷയങ്ങളിന്മേൽ അല്ലെങ്കിൽ അറിഞ്ഞ വിഷയങ്ങളിന്മേൽ, പല നിലകളിൽ താൻ അറിഞ്ഞ വിഷയങ്ങളിന്മേലുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ പ്രതികരണം, തൻ്റെ നിർദ്ദേശങ്ങൾ, ശാസനകൾ ഒക്കെ നമുക്ക് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. 7-ാം അധ്യായം മുതൽ നാം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ 7-ാം അധ്യായം തുടങ്ങിയുള്ള എല്ലാ അധ്യായങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളാണ്, അല്ലെങ്കിൽ കൊരിന്ത്യർ പൗലോസിനോട് എഴുതി ചോദിച്ച വിഷയങ്ങളാണ് തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ആ വിഷയങ്ങളിന്മേലുള്ള അവരുടെ സംശയങ്ങളിന്മേലുള്ള പൗലോസിന്റെ മറുപടിയാണ്. നമുക്ക് അനേക കാര്യങ്ങൾ അവരുടെ എഴുതി ചോദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ അവർ എഴുതി ചോദിച്ചിട്ടുണ്ട്. അത് നാം തുടർന്നുള്ള അധ്യായങ്ങൾ നാം പഠന വിഷയമാകുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൽ നാം ഓർത്തതുപോലെ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് നാം ചിന്തിച്ചതുപോലെ വിവാഹത്തെ കുറിച്ചാണ് അവരുടെ സംശയങ്ങൾ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൽ നാം നോക്കിയാൽ, അധ്യായം നാം പഠിക്കുമ്പോൾ വിവാഹത്തെ കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾ അവർക്കുണ്ടാകാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. റോമൻ സംസ്കാരമാണ് വാസ്തവത്തിൽ കൊരിന്ത്യയിൽ ഉണ്ടായിരുന്നത്. യഹൂദ സംസ്കാരത്തിൽ നിന്ന് വന്നവരായിരുന്നെങ്കിൽ പഴയ നിയമത്തെ കുറിച്ച് അവർ അറിവുള്ളവരായിരിക്കും. എന്നാൽ ഈ കൊരിന്ത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് കൾച്ചറാണ് അവരുടെ. അതുപോലെ പല രാജ്യത്തു നിന്ന്, പല സ്ഥാനത്ത് നിന്ന് കൊരിന്ത്യയിൽ ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വന്ന് താമസിക്കുന്ന പല സാമൂഹിക സാഹചര്യങ്ങളുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന രീതികളുള്ള, അവരുടെ മതങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും, മതം വ്യത്യസ്തമായിരിക്കാം, സംസ്കാരം വ്യത്യസ്തമായിരിക്കാം, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകളുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം സിറ്റി ലൈഫാണ്. സകല മ്ലേച്ഛതയും നിറഞ്ഞൊരു പട്ടണമായിരുന്ന കൊരിന്ത് നമുക്കറിയാം. നാം അതൊക്കെ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആ സംസ്കാരത്തിൽ നിന്ന് വന്ന അവരോടുള്ള, അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കാണ് ഈ പൗലോസ് ഇവിടെ ഉത്തരങ്ങൾ പറയുന്നത്. നാം ഓർക്കണം, അവർക്ക് വ്യക്തമായിരിക്കുന്ന ഒരു വിവാഹ രീതി തന്നെ ഉണ്ടായിരുന്നില്ല. വിവാഹം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തതായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വന്ന് ഒരു പട്ടണത്തിൽ ഒന്നിച്ചു വരുന്നവരാണ്. അവർ തമ്മിൽ വിവാഹം ചെയ്തിട്ടുണ്ട്. അവരുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളാണ്, മതങ്ങൾ വ്യത്യസ്തങ്ങളാണ്, അവരുടെ ആരാധനാമൂർത്തികൾ വ്യത്യസ്തങ്ങളാണ്. വിവാഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയൊന്നും അവർക്കുണ്ടായിരുന്നില്ല. വിവാഹം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്ന അനേകർ അവരുടെ ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുൻപോട്ട് വന്ന ചില പ്രിയപ്പെട്ടവർ, അവരൊക്കെ ഈ സംസ്കാരത്തിൽ ഒരു പക്ഷെങ്കിൽ വിവാഹ ജീവിതം നയിച്ചവരായിരിക്കും, വിവാഹിതരാകാതെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പല സംശയങ്ങളാണ് നാം ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ കൂട്ടത്തില് അടിമകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഈ അധ്യായം വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്, സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൽ സ്വതന്ത്രനാകുന്നു, അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അടിമകളായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ വിവാഹം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു യജമാനന്റെ കീഴിൽ അടിമകളായിരിക്കുന്നവർ, ചിലപ്പോൾ ഒരു അടിമയ്ക്ക് ഒരു ഭാര്യയെ യജമാനൻ കൊണ്ട് കൊടുക്കും. ചില നാളുകൾ കഴിയുമ്പോൾ അവളുടെ മേൽ അവളെ വേണമെങ്കിൽ പറഞ്ഞു വിടാനായിട്ടുള്ള അധികാരം യജമാനുണ്ട്. അപ്പോൾ ആ കുടുംബം അങ്ങനെ അവിടെ തീരും. അവളെ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് അവൾ പോകും, അല്ലെങ്കിൽ ആ പുരുഷൻ പോകും. അപ്പോൾ ആ വിവാഹത്തിന്റെയൊക്കെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ആ അടിമയുടെ യജമാനാണ്. അങ്ങനെ ഒരു സംസ്കാരം ഓൾറെഡി ഉണ്ടായിരുന്നു. വേറൊരു കാര്യം ഉള്ളത്, വിവാഹം കൂടാതെ തന്നെ ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിൽ, ഇപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിലും അതുണ്ട്, ലിവിങ് ടുഗദർ എന്ന് പറയുന്നതായ സംസ്കാരം. വിവാഹം കഴിക്കാതെ തന്നെ ഒന്നിച്ച് താമസിക്കുക, അങ്ങനെ ഒരു സംസ്കാരം അവരുടെ അന്നേ ഉണ്ടായിരുന്നു. ഒരു വർഷത്തോളം, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു വർഷത്തോളം ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് താമസിച്ചാൽ അവർ വിവാഹിതരായി എന്ന് കണക്കാക്കത്തക്ക നിലയിൽ ആകും. അതിന് പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല. അങ്ങനെ ഒരു സംസ്കാരം അവർക്കുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് വേറൊരു സംസ്കാരം എന്ന് പറയുന്നത്, ഒരു പിതാവിന് ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. ആ പിതാവിന് സാമ്പത്തികമായിരിക്കുന്ന ലാഭത്തിന് വേണ്ടിയിട്ട് മകളെ വിൽക്കുവാനായിട്ട് സാധിക്കും. അവർ ആർക്കെങ്കിലും പൈസ വാങ്ങിച്ച് അല്ലെങ്കിൽ ധനം ലഭിച്ചിട്ട് വിൽക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവൾ ആരുടെയെങ്കിലും ഭാര്യയാകും. അത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹമാണ്. ഇതൊന്നും കൂടാതെ വളരെ ഉന്നതരായിരിക്കുന്ന ആളുകൾ, ഏതെങ്കിലും സമൂഹത്തിലെ ഉന്നത ജാതരായിരിക്കുന്ന ആളുകൾ നാം കാണുന്നത് പോലെയുള്ള വിവാഹ രീതികളും ചുരുക്കമായിട്ട് അവരുടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു വിവാഹ സംസ്കാരമാണ് അവരുടെ ഉണ്ടായിരുന്നത്. രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഇക്കൂട്ടത്തിലുള്ള പലരും രക്ഷയിലേക്ക് വന്നു. അപ്പോൾ ചിലരൊക്കെ അടിമകളായിരുന്നു. അവരുടെ ഭാര്യമാരൊക്കെ അവരെ ഒരുപക്ഷെങ്കിൽ യജമാനന്റെ സമ്മർദ്ദത്താൽ വിട്ടുപോയി ഉണ്ടാവണം. വേറെ ചിലർ വന്നപ്പോൾ അവരുടെ ഭാര്യമാർ വിശ്വാസത്തിലേക്ക് വന്നില്ല, ഭർത്താവ് മാത്രം. ഈ ഭാഗത്ത് തന്നെ നാം അത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഭാര്യ ഭർത്താവിന് 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോട് പാർക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അപ്പോൾ ചിലരൊക്കെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ഭാര്യമാര് വിശ്വാസത്തിലേക്ക് വന്നില്ല. ചില ഭർത്താക്കന്മാർ വന്നു, ഭാര്യമാർ വന്നില്ല. അതുപോലെ തന്നെ മറിച്ചും ചില ഭാര്യമാർ വന്നു, അവരുടെ ഭർത്താക്കന്മാർ വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവർ ചോദിച്ചു കാണണം. അതിന്റെ മറുപടിയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. വിവാഹത്തിന് വേണ്ടതായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ തന്നെ വിവാഹമോചനം എന്ന് പറയുന്നത് അതൊരു നിത്യസംഭവമാണ്, ഒരു സാധാരണ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഈ വിവാഹ ബന്ധത്തിന് പ്രത്യേകമായിരിക്കുന്ന വിലയൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗകര്യമുള്ളപ്പോൾ വേർപെട്ടിരിക്കുവാനും പിരിഞ്ഞു പോകുവാനും വിവാഹമോചനം ലഭിക്കുവാനും വിവാഹമോചനത്തിൽ ജീവിക്കുവാനും ഒക്കെ അവർക്ക് ആ നാടുകളിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നവരോടുള്ള അവരുടെ വിവിധമായിരിക്കുന്ന സംശയങ്ങൾക്കാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഈ അധ്യായം ഉപയോഗിച്ച് അവർക്ക് ഉത്തരം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ അവിടെ പ്രധാനമായിട്ടും
ഭാര്യയും ഭർത്താവും വിശ്വാസികളായിരിക്കുന്നവരോട് പറയുന്നതായിട്ടാണ് നമുക്ക് ആ ഭാഗങ്ങൾ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 12 മുതലുള്ള വാക്യങ്ങളിലാണ് ഇപ്പോൾ നാം വായിച്ചു തുടങ്ങിയ ആ ഭാഗം. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ, ഒരു ജീവിത പങ്കാളി, അത് ഭാര്യ ആയിക്കൊള്ളട്ടെ ഭർത്താവായിക്കൊള്ളട്ടെ, ഒരാൾ രക്ഷിക്കപ്പെട്ടതാണ്, ഒരാൾ ക്രിസ്തുവിനെ വിശ്വാസത്താൽ അംഗീകരിച്ച ആളാണ്, എന്നാൽ മറ്റേ പങ്കാളി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പൗലോസ് തന്നെ പിന്നീട് എഴുതിയുണ്ടായി, അവിശ്വാസികളുമായി കൂടരുത് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ 39ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ 39ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിലൊന്ന് വായിക്കാമോ? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിപ്പാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവരുമായി മാത്രമേ ആകൂ. വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവിടെ വ്യക്തമായിരിക്കുന്ന നിബന്ധന കൊടുക്കുന്നുണ്ട്. പൗലോസ് മുഖാന്തരമായിട്ട് വ്യക്തമായ നിബന്ധന കൊടുക്കുന്നുണ്ട്. വിവാഹം കഴിക്കാം, പക്ഷെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവരുമായി മാത്രമേ ആകാവൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഭാര്യ അവിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയാണ്. ഈ ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? അവർ സംശയം ചോദിച്ചു കാണും, പൗലോസ് അതിന് മറുപടി കൊടുത്തു കാണും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന്റെ 11 വാക്യങ്ങളിൽ നാം പ്രധാനമായിട്ട് കാണുന്നത് വിവാഹിതരായിരിക്കുന്നവർ അവർ രണ്ടും വിശ്വാസികളാണ്. എന്നാൽ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ആ വിഷയങ്ങൾക്കിടയിൽ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എന്നാലും 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ അവിശ്വാസിയായിരിക്കുന്ന ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള നിലയിലാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 25 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ വിവാഹിതരല്ലാതിരിക്കുന്നവരോടുള്ള പൗലോസിന്റെ ഉപദേശങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 3ആയിട്ട് ഈ അധ്യായത്തെ നമുക്ക് തരംതിരിക്കുവാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം, ഈ അധ്യായം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ അനേകരും ഈ അധ്യായത്തെ ഇത് വേദപുസ്തകത്തിൽ ചേർക്കുവാൻ കൊള്ളാത്ത അധ്യായമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, പണ്ഡിതന്മാർ എന്ന് വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഈ അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നതായിരിക്കുന്ന വാക്കുകളിൽ ചില കാര്യങ്ങളൊക്കെ സംശയം ഉളവാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് സൂചിപ്പിച്ചതാണ്. 10ാം വാക്യത്തില് വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. 12ാമത്തെ വാക്യത്തില് ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ വാക്യം വായിച്ചാൽ തോന്നും ഇത് കർത്താവിന്റെ അഭിപ്രായമല്ല, പിന്നെ ആളുടെ അഭിപ്രായമാണ്, പൗലോസിന്റെ അഭിപ്രായമാണെന്ന് വേണമെങ്കിൽ തോന്നിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലുള്ള എല്ലാ ദൈവത്തിന്റെ വചനങ്ങളും ദൈവവിശ്വാസീയമാണെന്ന് നാം വിശ്വസിക്കുന്നു. തിമോഥെയോസ് ലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വാക്യം ഉദ്ധരിക്കുകയുണ്ടായി. 2 തിമോഥെയോസ് ലേഖനത്തില് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും നാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെയുമുള്ള എല്ലാ വാക്യങ്ങളും അത് ദൈവവിശ്വാസീയമാണെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികളായിരിക്കുന്ന നാം. എന്നാൽ അതിന്റെ മേൽ സംശയം ജനിപ്പിക്കുന്നതായിരിക്കുന്ന ചില ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. അവർ പറയുന്നത് ഇവിടെ കർത്താവല്ല, 12ാമത്തെ വാക്യം കർത്താവല്ല ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ അഭിപ്രായമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാണ് തുടർന്ന് വായിക്കുന്നത്. അതുപോലെ തന്നെ 25ാമത്തെ വാക്യം സംശയം ജനിപ്പിക്കുന്ന വേറൊരു വാക്യമാണ്. അവിടെ കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? ഇത് കർത്താവ് പറഞ്ഞതല്ല, അല്ലെങ്കിൽ കർത്താവിന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ ദൈവവിശ്വാസീയമായിട്ട് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതല്ല. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഇല്ല. എന്നാൽ തൊട്ടടുത്ത അതിനോട് ചേർന്ന് പറയുന്ന ഭാഗം ഒന്ന് വായിക്കാമോ? എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ആ വാക്കുകൾ ഒന്ന് നാം വിശകലനം ചെയ്താൽ എനിക്ക് കർത്താവിന്റെ കരുണ ലഭിച്ചു. എന്തിനു വേണ്ടിയിട്ടാ ആ വാക്യം തന്നെ ഉണ്ട്. വിശ്വസ്തനാകുവാൻ തക്കവണ്ണം, ഞാൻ വിശ്വസ്തനായിട്ട് തീരുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വചനത്തില്
ഞാൻ വിശ്വസ്തനായിട്ട് തീരുവാൻ തക്കവണ്ണം എനിക്ക് കർത്താവിന്റെ കരുണ ലഭിക്കും എന്ന് പറഞ്ഞാൽ ആ എഴുതുന്ന കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ തക്കവണ്ണം എനിക്ക് കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ദൈവശ്വാസ്യമാണെന്ന് തന്നെയാണ് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് 40-ാമത്തെ വാക്യം അതിന്റെ അവസാനിക്കുമ്പോൾ, എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവളെന്ന് എന്റെ അഭിപ്രായം, ദൈവാത്മാവ് എനിക്കുണ്ട് എന്ന് കരുതുന്നു. ദൈവാത്മാവിനാലാണ് പൗലോസ് ആ ഭാഗവും അവിടെ എഴുതി പൂർത്തിയാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരിക്കലും ഈ വചനങ്ങൾ അത് പൗലോസിന്റേതല്ല, അത് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, ദൈവശ്വാസികമാണ്. എല്ലാ തിരുവെഴുത്തുകളെയും പോലെ ചില കാര്യങ്ങളൊക്കെ കർത്താവ് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വിവാഹം കഴിഞ്ഞവരോടും കർത്താവ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. മനസ്സിലായോ? കർത്താവ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആ വാക്യത്തിൽ പറയുന്നത് ഞാനല്ല കർത്താവ് തന്നെ പറഞ്ഞത്. എന്താ കർത്താവ് പറഞ്ഞത് വിവാഹത്തെ കുറിച്ച്? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 19:5-6 എന്ന് വായിച്ചാണ്. മത്തായി 19:5-6. മത്തായി 19:5-6. അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിക്കുകയും ഇരുവരും ഒരു ദേഹമായി തീരും എന്നറിയിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നമ്മുടെ വിവാഹ വേളകളിലൊക്കെ സ്ഥിരമായിട്ട് നാം കേൾക്കുന്ന വാക്കുകളാണ്. ഇത് പറഞ്ഞത് ആരാ? ഇത് കർത്താവാണ് പറഞ്ഞത്. ഇവിടുത്തെ വിഷയം എന്തോ ഈ 12-ാമത്തെ വാക്യത്തിലെ 11-12 വാക്യങ്ങളില് അവിടുത്തെ വിഷയം എന്താ? കർത്താവ് പറഞ്ഞ അതേ വിഷയം തന്നെ അവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, വിവാഹമോചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കുന്നത്. ആ സബ്ജക്ട് തന്നെയാണ് 11-12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് പറയുമ്പോഴാണ് പൗലോസ് പറയുന്നത് എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല, 10-ാമത്തെ വാക്യം, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, പൗലോസ് മുഖാന്തരം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതുണ്ട്. ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പറയുന്നവരുടെ വാദഗതി, അതായത് ഇത് ദൈവശ്വാസ്യമല്ല എന്ന് പറയുന്നവരുടെ വാദഗതി തീർച്ചയായിട്ടും തെറ്റാണ്. ഈ 1 കൊരിന്ത്യർ 7-ാം അധ്യായവും ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്, ദൈവമക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല വേറൊരു വിഷയം എന്നുള്ളത് ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ്. പൗലോസ് വിവാഹത്തിന് എതിരാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതിന്റെ കാരണം ഈ അധ്യായത്തിലെ വേറെ ചില വാക്യങ്ങളാണ്. അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്, വിവാഹം ആവശ്യമില്ല, വിവാഹത്തിന് പൗലോസ് എതിരാണ് എന്ന് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. 26-ാമത്തെ വാക്യത്തില് 7-ാമത്തെ വാക്യത്തില് ഏഴാമത്തെ വാക്യം സകല മനുഷ്യരും ആദ്യത്തെ ഭാഗം സകല മനുഷ്യരും എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഈ അധ്യായം എഴുതുമ്പോൾ പൗലോസിന്റെ കൂടെ ഭാര്യയില്ല. പൗലോസ് ഭാര്യയില്ലാതെ ജീവിക്കുകയാണ്. വിവാഹിതനാണോ വിവാഹിതനല്ലായിരുന്നു എന്നുള്ളത് വേറൊരു വിഷയമാണ്, നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ വിവാഹം കഴിക്കാതെ തന്നെ പോലെ ആയിരിക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിവാഹത്തിന് പൗലോസ് എതിരാണ് എന്നുള്ളതാണ് എന്നാണ് തെളിവ് പറയുന്നത്. മാത്രമല്ല അതിന്റെ 26-ാമത്തെ വാക്യം അവിടെയും ഉണ്ട്. 7:26 ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്നായി. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത്. 32-ാമത്തെ 32, 33, 34 വാക്യങ്ങളിലൂടെ കുലമില്ലാത്തവരായിരിക്കണം ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്ത എങ്ങനെ എന്നതിനെ ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ
എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. അന്നത്തെ വാക്യത്തിലും ആ വാക്യങ്ങൾ നാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അതുപോലെ ഭാര്യയായവൾക്കും കന്യയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാവേണ്ടതിന് ഭർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഞാൻ ഇത് നിങ്ങൾക്ക് ഉരുപ്പിടുവാനല്ല, യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ട്. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വിവാഹിതരല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നിക്കുവാനായിട്ട് ഇടയാകും. പക്ഷെങ്കിൽ ഈ അധ്യായം മുഴുവൻ നാം പഠിക്കുമ്പോൾ മാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വിവാഹിതർ എന്തുകൊണ്ട് വിവാഹിതരാകണം, വിവാഹിതരല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവർ എങ്ങനെയായിരിക്കണം, അങ്ങനെ വിവാഹിതരല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ അവർക്കുള്ള ശ്രേഷ്ഠത എന്താണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. ഈ അധ്യായം നാം വായിച്ചു തീരുമ്പോൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാകും. പൗലോസ് രണ്ട് അവസ്ഥകളെ കുറിച്ചും, വിവാഹിതരാകുന്ന അവസ്ഥയെക്കുറിച്ചും വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന അവസ്ഥയെക്കുറിച്ചും രണ്ടിന്റെയും പ്രത്യേകതകൾ, അത് രണ്ടിന്റെയും പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് പൗലോസോട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് വിവാഹത്തിന് എതിരായിരുന്നില്ല, പൗലോസ് വിവാഹം കഴിച്ചവനായിരുന്നു എന്നുള്ളതിന്റെ കാരണം, അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അല്പമായിട്ട് വിശദീകരിച്ചിരുന്നു. പൗലോസ് വിവാഹം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ന്യായം. എന്നാൽ പിൽക്കാലത്ത് ഒരു പക്ഷെങ്കിൽ ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ പൗലോസ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസം വന്നതിന് ശേഷമോ ഒരു പക്ഷെങ്കിൽ പൗലോസിന്റെ ഭാര്യ മരിച്ചു പോയിരിക്കണം എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും പൗലോസ് വിവാഹം കഴിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് ഉത്തമം. അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. പൗലോസ് സൻഹെദ്രിൻ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. അത് വ്യക്തമാക്കുന്ന ചില വാക്കുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ചതാണ്. സൻഹെദ്രിൻ സംഘം 70 പേരുടെ ഒരു സംഘമാണ്. ആ സംഘത്തിൽ അംഗമാകണമെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന ക്വാളിഫിക്കേഷനുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതിലൊരു നിബന്ധന എന്ന് പറയുന്നത് വിവാഹിതനായിരിക്കണം എന്നുള്ളതാണ്. വിവാഹിതനായിരിക്കണം, കുടുംബജീവിതം നയിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് സംഘത്തിലെ ഒരു അംഗമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പൗലോസ് വിവാഹം കഴിച്ചിരിക്കണം. അതൊരു കാര്യം. രണ്ട്, നാം പിന്നീടുള്ള ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇബ്രാഹിം എന്താ പറഞ്ഞിരിക്കുന്നത്, ലേഖനം എഴുതിയത് പൗലോസ് ആണെന്ന് തന്നെ നാം എല്ലാവരും വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞേക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പൗലോസ് വിവാഹത്തിന് എതിരല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നാം അന്ന് വായിച്ച വേറൊരു ഭാഗമാണ് 1 തിമോഥെയോസ് 4:3 വാക്യം. 1 തിമോഥെയോസ് 4:3 വാക്യത്തിൽ പൗലോസ് പറയുന്നത് വിവാഹം വിലക്കുന്നത് അത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്ന്, അല്ലെ? 1 തിമോഥെയോസ് 4:3 വാക്യം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തിമോഥെയോസ് 4:1 മുതൽ 3 വരെ. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് കോഴിക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം തെറ്റിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയും ചൂടുവച്ചവരായി വിവാഹം വെലുക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർദ്ധിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വിവാഹം വിലക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവച്ചവരായിട്ടാണ്. അത് 1-ാം വാക്യത്തിൽ പറയുമ്പോൾ ഭാവി കാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്. അപ്പോൾ വിവാഹം വിലക്കുന്നവർ നമുക്കറിയാമല്ലോ, ഇന്നത്തെ സമൂഹത്തിലുണ്ട് വിവാഹം വിലക്കുന്നവർ. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുണ്ട്, ഞാൻ വ്യക്തമായിട്ട് പേരുകൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിലും വിവാഹം വിലക്കുന്നവരുണ്ട്. അതിനൊക്കെ പൗലോസ് എതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, വിവാഹത്തെ കുറിച്ച് വിവാഹിതർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ ഏറ്റവും അധികമായിട്ട് നൽകിയിരിക്കുന്ന ഒരാളാണ് പൗലോസ്. എഫേസ് ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും, എഫേസ് ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, എഫേസ് ലേഖനം 5-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൊക്കെ പൗലോസ് വിവാഹിതർക്കുള്ളതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ നന്നായിട്ട് പൗലോസാണ് അത് ഏറ്റവും അധികമായിട്ട്, പിന്നെ എല്ലാവർക്കും നാം കാണുന്ന പത്രോസ് ലേഖനത്തിലാണ്. അപ്പോൾ ഏറ്റവും അധികമായിട്ട് വിവാഹിതർക്കുള്ളതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അവർ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം,
കൊരിന്ത്യർ 7-ാം അധ്യായത്തിലുണ്ടത്. അതുകൂടാതെ എഫേസ്യ ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും വളരെ വ്യക്തമായിട്ട് പൗലോസ് ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായം ദൈവവിശ്വാസിയമല്ല എന്ന് പറയുന്നതും, രണ്ട് പൗലോസ് വിവാഹത്തിന് എതിരായിരുന്നു എന്ന് പറയുന്നതും, ഈ രണ്ടും തെറ്റിദ്ധാരണ പരത്തുന്ന വിഷയങ്ങളാണ്. ഇത് രണ്ടും ശരിയല്ല. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയമാണ്. കൊരിന്ത്യർ 7-ാം അധ്യായം ദൈവവിശ്വാസിയമാണ്. അതുപോലെ തന്നെ പൗലോസ് വിവാഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിവാഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ അവിവാഹിതയായിട്ട് തുടരുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, അതുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ആ കാര്യങ്ങൾ നാം ഈ ലേഖനം, ഈ അധ്യായം പഠിച്ചു വരുമ്പോൾ എല്ലാം ആദ്യം തന്നെ പറയാനായിട്ട് പ്രയാസമാണ്. ഓരോ വാക്യങ്ങളായിട്ട് നാം ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ അധ്യായം നാം വായിക്കുമ്പോൾ, ഞാൻ പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ് പ്രാരംഭമായിട്ട് പറയുന്നത്. ഈ അധ്യായം നാം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചില വിഷയങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഇതൊരു കൃപാവരമാണ്. അത് വേറെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ഈ അധ്യായത്തിലുണ്ടത്. എന്താ? 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവൻ അങ്ങനെയും താങ്കളുടെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. നാം തിരുവചനം വായിക്കുമ്പോൾ കൊരിന്ത്യർ തന്നെ ഉണ്ട് അനേക കൃപാവരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുമ്പോൾ വിവാഹിതനാകുക എന്ന് പറയുന്നതും ഒരു കൃപാവരം, ഇനി അവിവാഹിതനായിരിക്കുന്നതും വേറൊരു കൃപാവരമാണ്. അല്ലെ? അങ്ങനെയല്ല നാം വായിക്കുന്നത്. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അവിവാഹിതനായി തുടരണം എന്നാണ് ഞാൻ ഇച്ഛിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും തന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. വിവാഹം ഒരു കൃപാവരമാണ്. നാം അത് ചിന്തിക്കണം. എന്താ കൃപാവരം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ കൃപയാണ്, ദൈവം ദാനമായി നൽകുന്ന ഒരു അനുഭവമാണ് കൃപാവരം എന്ന് പറയുന്നത്. ശുശ്രൂഷകൾ ദൈവത്തിന്റെ കൃപാവരങ്ങളാണ്. നമ്മെ ദൈവം വിവിധ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപയുടെ പ്രകടനമായിട്ടാണ് നമുക്ക് ആ കൃപാവരങ്ങളെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശുശ്രൂഷകളുള്ളതായിരിക്കുന്ന കൃപാവരം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, അത് കേവലം കഴിവുകളായിട്ട് നാം എടുക്കാതെ ദൈവം തന്ന കൃപാവരങ്ങളായിട്ട് അതിനെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം ആ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വളരെ ഫലപ്രദമായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും, നാം പത്രോസ് ലേഖനത്തിലാണല്ലോ വായിക്കുന്നത്, ഓരോരുത്തര് നാം വായിക്കുന്നില്ലേ? സോറി, ഞാൻ പെട്ടെന്ന് ഒന്ന് നോക്കാം. അധ്യായം ഞാൻ ഓർക്കുന്നില്ല. 1 പത്രോസ് 2 പത്രോസിലാണോ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? 1 പത്രോസിലാണെന്ന് തോന്നുന്നു. അവിടെ 1 പത്രോസ് 4-ാം അധ്യായത്തിൽ 10-ാം വാക്യം, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്നു. അതിന്റെ 11-ാമത്തെ വാക്യം അവസാനിക്കുമ്പോൾ, എല്ലാത്തിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാനായിട്ട് ഇടവരണം. ഇത് ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലുള്ള കൃപാവരങ്ങളെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ട് ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. അതിന്റെ അവസാനം നാം വായിക്കുമ്പോൾ അതൊക്കെ ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണം. ഇവിടെ വിഷയം വേറൊന്നാണ്. ശുശ്രൂഷകളല്ല ഇവിടുത്തെ വിഷയം എന്താ? വിവാഹമാണ് വിഷയം. ഒരുത്തന് വിവാഹം ചെയ്യുവാനുള്ള കൃപാവരം, വേറൊരുത്തന് വിവാഹം ചെയ്യാതെ ജീവിക്കുവാനായിട്ട്. വിവാഹം ചെയ്യാതെ ജീവിക്കുമെന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ നിബന്ധനകളുണ്ട്. നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെറുതെ എടുക്കുന്ന ഒരു തീരുമാനമാകുവാൻ പാടില്ല അവിവാഹിതനായിട്ട് തുടരുക എന്നത്. ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ദൈവം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് വാസ്തവത്തിൽ വിവാഹം കഴിക്കാനായിട്ടാണ്, അല്ലെ? ഉൽപ്പത്തി പുസ്തകത്തില് ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവരെ വ്യക്തമായി ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പെട്ടെന്ന് തന്നെ ആദമിനൊരു പങ്കാളിയെ കണ്ടുപിടിച്ചു. അപ്പോൾ വിവാഹം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും അധികമായിരിക്കുന്ന ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം. എന്നാൽ ഒരുവന് വേണമെങ്കിൽ അവിവാഹിതനായിട്ട് തുടരുവാനായിട്ട് സാധിക്കും. അതിൽ കൃപാവരം ലഭിച്ചവനെ തുടരുവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം അതിലേക്ക് പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇതൊരു കൃപാവരമാണ്. നമ്മുടെ ഇരിക്കുന്ന മിക്കവരും വിവാഹ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരാണ്, നമുക്കറിയാം.
പ്രായമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിവാഹിതരാണ്. അപ്പോൾ അതൊരു കൃപാവരമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ? പത്രോസിന്റെ ലേഖനം വായിച്ചല്ലോ, എല്ലാവരിലും കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവനാമം മഹത്വപ്പെടണം. അപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു കൃപാവരമാണ്. എനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരമാണ്. ഒരു വിവാഹിതനായി ഒരു ഭർത്താവായിട്ട് ജീവിക്കുവാനുള്ള കൃപാവരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ കൃപാവരത്തെ അഗണ്യമായിട്ട് നാം വിചാരിച്ച് അതിന് യാതൊരു ദൈവത്തിന്റെ കൃപയ്ക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ നാം ഇരിക്കുന്നുവെങ്കിൽ ആ വിവാഹ ജീവിതം കൃപയില്ലാത്ത വിവാഹ ജീവിതമാണെങ്കിൽ അതൊരു പരാജയമായിട്ട് മാറും. എന്നാൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന കൃപാവരം ഒരു ഭർത്താവായി ജീവിക്കുവാനായിട്ടുള്ളതാണ്. അങ്ങനെ ആ മനസ്സോടുകൂടി, ആ ബോധ്യത്തോടുകൂടെ ദൈവത്തിന്റെ കൃപയാണ് എനിക്കൊരു വിവാഹ ജീവിതം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം വിവാഹ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ പത്രോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാറ്റിലും യേശുക്രിസ്തു മൂലം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. നമ്മുടെ വിവാഹ ജീവിതത്തില് ദൈവകൃപയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ദൈവം തന്നിരിക്കുന്ന ഒരു കൃപയാണ്, ഒരു കൃപാവരമാണ് ഒരു ഭർത്താവായിട്ട് തുടരുവാൻ അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് തുടരുവാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് വിചാരിച്ച് എല്ലാറ്റിലും കർത്താവിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ വിവാഹ ജീവിതം ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ 3-4 വിഷയങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടാൽ, ഒന്ന്, വിവാഹ ജീവിതം എന്ന് പറയുന്നതും അതേസമയം തന്നെ ഒരു അവിവാഹിതനായിട്ട് ദൈവ വ്യവസ്ഥയ്ക്കനുസരിച്ച്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരാൾ അവിവാഹിതനായിട്ട് തുടരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവിവാഹിതയായിട്ട് തുടരുന്നുവെങ്കിൽ അതൊരു കൃപാപരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 തരത്തിലുള്ള ജീവിതത്തിലും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ മുഖാന്തരം പിതാവിന്റെ മഹത്വമായിരിക്കണം. ഇതൊക്കെ നമ്മുടെ വിവാഹ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. 7-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, അവിടെ വേറൊരു വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7:15 അതിന്റെ അവസാന ഭാഗം മാത്രം. ഓക്കെ, 2 തരത്തിൽ നാം ജീവിച്ചാലും, വിവാഹിതരായാലും അവിവാഹിതരായിട്ട് നാം ജീവിച്ചാലും, എന്തിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നത്? സമാധാനത്തിൽ ജീവിക്കാനായിട്ട്. കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും ഈ കാലങ്ങളിൽ ഇല്ലാതെ പോകുന്ന ഒന്നാണ് സമാധാനം എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരും നിഷേധിക്കുമെന്ന്. സമാധാനമായിരിക്കാനായിട്ടാണ് വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഈ അധ്യായം. ആ പശ്ചാത്തലത്തിൽ വേണം നാം ഈ വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട്. എന്നാൽ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വിവാഹ ജീവിതം കൃപയോടുകൂടിയതായിരിക്കണം. ഒരു കൃപാവരമായിട്ട് ദൈവം എനിക്ക് നൽകിയ ഒരു കൃപാവരമാണ് ഭർത്താവ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെ ഒരു കുടുംബജീവിതത്തിൽ ആക്കിയിരിക്കുന്നത് എന്ന് നാം കരുതണം. 2, ഇവിടെ നാം വായിക്കുമ്പോൾ നമ്മുടെ വിവാഹ ജീവിതം സമാധാനപരമായിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നാം വായിച്ച ഭാഗത്ത് എന്നാൽ സമാധാനത്തിൽ ജീവിക്കും. ഇത് 2 പേർക്ക് ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വ്യക്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട്. ആരെങ്കിലും ഒരാള് ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ആ കുടുംബത്തില് സമാധാനം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്നാൽ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ അധ്യായം മുഴുവൻ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും അതിന്റെ 23-ാമത്തെ വാക്യം, 7:23 നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസന്മാരാകുക. എന്താ ഇതിനർത്ഥം? വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർക്ക് നിങ്ങൾ ദാസന്മാരായിരിക്കാനായിട്ട് പാടില്ല. മനുഷ്യർ പല കാര്യങ്ങളും നിങ്ങളെ ഉപദേശിക്കും. പക്ഷെങ്കില് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ ആളുടെ വകയാണ്. ഈ വാക്യം നമുക്ക് ഇതേ ആശയം വരുന്ന ഭാഗം തൊട്ടു മുമ്പുള്ള അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യം, 6:19 നിങ്ങളുടെ ശരീരം എന്നും ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുക. അത് വേറൊരു വിഷയത്തോട് ബന്ധമാണ്. ഇവിടെയും പറയുന്നത് നിങ്ങൾ മനുഷ്യർക്ക് ദാസന്മാരായിരിക്കുന്നത്. മാനുഷികമായിരിക്കുന്ന ഉപദേശങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് പാടില്ല. നിങ്ങൾ മനുഷ്യരുടെ ദാസനല്ല. ആ ഭാഗത്ത് തന്നെ നാം 22-ാമത്തെ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ക്രിസ്തുവിന്റെ ദാസന്മാരാണ് നിങ്ങൾ. കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. മാനുഷികമായിരിക്കുന്ന ഉപദേശങ്ങൾക്ക് അല്ല വിവാഹ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ നാം വായിക്കുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ കർത്താവിനുള്ളവരാണ്, അതുകൊണ്ട് മനുഷ്യർക്ക് ദാസന്മാരായി. 3 കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. ഒന്ന്,
നാം ആദ്യം ചിന്തിച്ചത് അതൊരു കൃപാവരമാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ടാണ് നമ്മെ വിവാഹ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നാം മനുഷ്യർക്ക് ദാസന്മാരാകുവാനായിട്ട് പാടില്ല. അവിവാഹിതനാണെങ്കിൽ രണ്ടു തരത്തിലും വളരെ ശ്രദ്ധിക്കണം. മനുഷ്യർക്ക് ദാസന്മാരായിരിക്കുവാനായിട്ട് പാടില്ല. അവിവാഹിതനാണെങ്കിൽ പിശാചിന് ദാസനായി തീരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ ഒരു അവിവാഹിതന്റെ ജീവിതം ദൈവനാമഹത്വനായിട്ട് തീരുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് താൻ അവിവാഹിതനായിട്ട് തുടരുമ്പോഴാണ്. മനുഷ്യരെ കാണിക്കുവാനായിട്ടല്ല. ഇന്ന് നാം നോക്കിയാൽ മനുഷ്യരെ കാണിക്കുവാനായിട്ട് വിവാഹബന്ധം വേണ്ട എന്ന് ചിന്തിക്കുകയും മനുഷ്യരെ കാണിക്കാനായിട്ട് പ്രത്യേകമായിരിക്കുന്ന വേഷ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യരുടെ മുൻപിൽ അവർ സ്വയം ഉപേക്ഷിച്ചതാണെന്ന് കാണിക്കത്തക്ക നിലയിൽ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ നമുക്കറിയാമല്ലോ അതിന്റെ പിൻവാതിലുകളിൽ അല്ലെങ്കിൽ അതിന്റെ പുറകില് അനേക സംഭവങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു അവിവാഹിത ജീവിതം എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കനുസരിച്ചുള്ളതാണെങ്കിൽ അത് ദൈവനാമഹത്വത്തിനായിട്ട് തീരും. മൂന്നാമതായിട്ട് നാം കണ്ടത് മനുഷ്യർക്ക് ദാസനാകും. നാലാമത്തെ കാര്യം 7-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം 7:32. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം. കുടുംബജീവിതത്തിൽ വളരെ പ്രയാസമുള്ള കാര്യം. അവിവാഹിതനാണെങ്കിൽ കുറച്ചുകൂടെ ആകുലങ്ങളൊക്കെ കുറവായിരിക്കുമല്ലേ. പക്ഷെ ഒരു വിവാഹിതനായിരിക്കുന്നവർക്ക്, ഒരു കുടുംബസ്ഥനായിരിക്കുന്നവർക്ക് ചിന്താകുലങ്ങൾ കൂടുതലാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ വചനം വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. വീണ്ടും ഞാൻ പറയുക, ഈ അധ്യായം അവിടെ പറയുകയാണ് 32-ാമത്തെ വാക്യം, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. വിവാഹ ജീവിതത്തില് സമാധാനം ഉണ്ടായിരിക്കണം, ആകുല ചിന്തകളില്ലാത്തവരായിട്ട് തീരണം. ഇതെങ്ങനെ സാധിക്കും? ദൈവത്തിലുള്ള ആശ്രയം അല്ലെ. ചിന്താകുലമൊക്കെ എനിക്കും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഞാൻ ഇക്കാര്യത്തിലൊന്നും പോകുന്നതൊന്നുമല്ല. പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ അകത്ത് കുത്തുകൊള്ളാറുണ്ട്. നിനക്കിതൊക്കെ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ദൈവാത്മാവ് എന്നോട് ചോദിക്കാറുണ്ട്. ചിന്താകുലം ഇല്ലാത്തവരായിട്ട് നാം തീരണം. ദൈവാശ്രയം ഇല്ലാത്തപ്പോഴാണ് ചിന്താകുലം ഉണ്ടാകുന്നത്. ശരിയല്ലേ? ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് എപ്പോ നഷ്ടപ്പെടുമോ അപ്പോഴാണ് ചിന്താകുലം ഉണ്ടാകുന്നത്. ഇനി ദൈവത്തിലുള്ള ആശ്രയം എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ദൈവമായിട്ടുള്ള അടുപ്പം കുറയുമ്പോഴാണ്. ശരിയല്ലേ? ഒരു മകന് അവന്റെ പിതാവിനുള്ള ആശ്രയം കുറയുന്നത് എപ്പോഴാണ്? പിതാവുമായിട്ടുള്ള ബന്ധം കുറയുമ്പോഴാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം, ദൈവസന്നിധിയോടുള്ളതായിരിക്കുന്ന അടുപ്പം നമുക്ക് എപ്പോ കുറയുന്നോ? എങ്ങനെ കുറയുന്നത്? ജീവിതത്തിൽ വന്നു പോകുന്ന പാളിച്ചകൾ, ജീവിതത്തിൽ വന്നു പോകുന്ന അശുദ്ധി, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ദൈവത്തിൽ നിന്ന് അകലും, ചിന്താകുലമുള്ളവരായിട്ട്. മത്തായിയുടെ സുവിശേഷം 5-ലാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? 5-ലല്ലേ? 6-ാം അധ്യായത്തിൽ ആകുല ചിന്തയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. വെറുതെ നമുക്ക് വായിക്കാൻ ഒരുപാടുണ്ട്, വായിക്കാൻ പോകണം. 6-ാം അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കർത്താവ് തന്നെ പറയുമ്പോൾ അവിടെ ആകുല ചിന്ത ഇല്ലാത്തവരായിട്ട് നാം തീരണം എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പല പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 31-ാമത്തെ വാക്യം 30-32 മാത്രം ഒന്ന് വായിക്കാം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുണ്ട്. പലപ്പോഴും നാം എന്തായി പോവുക? ജാതികളെ പോലെ ആയി പോവുക. ആകുല ചിന്തയുള്ളവരായിട്ട് നാം തീരുമ്പോൾ, ദൈവാശ്രയം നഷ്ടപ്പെട്ടവരായിട്ട് നാം തീരുമ്പോൾ, നമ്മെക്കുറിച്ച് ദൈവം അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ, ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം നഷ്ടപ്പെടുമ്പോൾ ആകുല ചിന്തയുള്ളവരായിട്ട് നാം തീരുന്നു. ഇവിടെ പൗലോസ് വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ദേവാലയം അവിടെ പറയുന്നത്, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിട്ട് തീരണം. ഒരു വാക്യം കൂടെ 7:35 വാക്യം 7:35. നിങ്ങൾക്ക് കൊടുക്കുവാനില്ല യോഗ്യത വിചാരിച്ചു നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതുണ്ട്. നമുക്ക് വിവാഹ ജീവിതത്തില് ഇവിടെ നാം വായിക്കുന്ന പോലെ നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായിട്ട് വസിക്കണം. ഒരു കുടുംബ ജീവിതത്തില്, വിവാഹ ജീവിതത്തില് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നില എന്ന് പറയുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന നില എന്ന് പറയുന്നത് നാം വായിക്കുന്ന പോലെ നിങ്ങൾ ചാപല്യം കൂടാതെ കർത്താവിങ്കൽ സ്ഥിരമായിട്ട് വസിക്കുന്നവരായിരിക്കണം. വാസ്തവത്തില് നാം വളരെയധികം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
വളരെ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 7-1 മുതൽ 4 വരെ. എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എത്തുന്ന സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടക്കം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. ഇവിടെ നാം വായിക്കുമ്പോൾ വിവാഹം ദൈവം കൊടുക്കുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരുന്നു. പ്രധാന ഉദ്ദേശം വിവാഹ ജീവിതം കൊടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ ആ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം എന്തിനാണ് ആദമിന് ഹവ്വയെ കൊടുത്തത്? വാസ്തവത്തിൽ 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം ആദ്യം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 1. നിങ്ങൾ സന്താനമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് പറഞ്ഞു. നോക്കുക, ഇവിടെ ഈ വാസ്തവത്തിൽ ഹവ്വയെ സൃഷ്ടിച്ചിട്ടല്ല. ഹവ്വയെ സൃഷ്ടിക്കുന്ന കാര്യം പറഞ്ഞത് 2-ാം അധ്യായത്തിലാണ്. പക്ഷെങ്കില് നമ്മുടെ വായിക്കുന്ന പോലെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആദമിൽ അന്ന് ഹവ്വയുണ്ട്, അല്ലെ? അങ്ങനല്ലേ എന്റെ അർത്ഥം? അല്ലെ? ആദമിൽ അന്ന് ഹവ്വയുണ്ട്. ആണും പെണ്ണുമായിട്ടാണ് ആദമിനെ ദൈവം സൃഷ്ടിക്കുന്നത്. 2-ാം അധ്യായത്തിലാണ് ഹവ്വയെ ആദമിൽ നിന്നും ശാരീരികമായി വേർപെടുത്തുന്നത്. എങ്കിലും അവിടെ പറയുന്നുണ്ട് അവ മേലാൽ ഒരു ദേഹമാണെന്ന് പറയുന്നുണ്ട്. എന്തോ 5-ാം അധ്യായത്തില് 5-1-2 വാക്യങ്ങൾ. അതെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം സാധിച്ച് അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചപ്പോൾ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ആദമിന് വേണ്ടിയിട്ട് ഹവ്വയെ ദൈവം ഉണ്ടാക്കി. ആദമിൽ തന്നെ ഹവ്വയെ ദൈവം കരുതിയിരുന്നു. അതാണ് നാം ഈ 1-ാം അധ്യായത്തിലും ഇപ്പൊ ഞാൻ പറഞ്ഞ 5-ാം അധ്യായത്തിലും നാം കാണുന്നത്. ആണും പെണ്ണുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. ആദമെന്ന് പേരിട്ടു. അവർക്ക് പേരിട്ടത് ആദമെന്നാണ് പേരിട്ടു. ഒരേ പേരാണ് ആദ്യം അവർ കൊടുക്കുന്നത്. പിന്നെ ആദമാണ് ഹവ്വയ്ക്ക് പേരിടുന്നത്. ഓക്കെ, ഇവിടെ 28-ാമത്തെ വാക്യം വരുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയിട്ട് അവരെ ആക്കി എന്നുള്ളത് ഒരു ഉദ്ദേശം. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമിയിൽ മനുഷ്യർ സന്താന പുഷ്ടിയുള്ളവരായിട്ട് വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വിവാഹ ജീവിതത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവം ആദമിന് ഹവ്വയെ കൊടുത്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം 2 കാര്യങ്ങളോട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള കരുതലൊക്കെ എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരു ആദമിനെ സൃഷ്ടിച്ച് ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല. ദൈവത്തിന് ആദമിനെ കുറിച്ചും വരുവാനിരിക്കുന്ന മനുഷ്യകുലത്തെ കുറിച്ചുമുള്ളതായിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ധാരണയൊക്കെ ആ സമയം അതിന് മുമ്പ് തന്നെ ഉണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഉണ്ട്. സന്താനപുഷ്ടിയുള്ളതായിട്ട് അവർ പെരുകണം. ഇവിടെ നോക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന്റെ ഏകാന്തത മാറ്റുവാനായിട്ടാണ് അവയെ ഉണ്ടാക്കിയത്. 2-ാമത്തെ കാര്യം. 3-ാമതായിട്ട് അവിടെ നാം വായിക്കുമ്പോൾ 18-ാമത്തെ വാക്കിൽ തന്നെ ഞാൻ അവൻ തക്കതായ ആദമിനെ സംബന്ധിച്ചോളം അവയെ ആരായിട്ടാണ് സൃഷ്ടിച്ചത്? തക്കതായൊരു തുണയായിട്ടാണ് അവിടെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല എഫേസ്യരിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഒരു ഭർത്താവ് എന്നുള്ള നിലയിലുള്ളതായിരിക്കുന്ന ആ ഉപദേശങ്ങളൊക്കെ അവിടെ നാം കാണുമ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് അവളെ പോറ്റി പുലർത്തുവാനായിട്ടാണ് ഒരു ഭർത്താവിന്റെ ചുമതല എന്ന് നാം കാണുന്നുണ്ട്. ഈ അതുപോലെ 5-ാം അധ്യായം തന്നെ സഭയും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് വിവാഹ ബന്ധം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? 2-ാം വാക്യം എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്? എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ദുർനടപ്പ് എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ പാപമാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചിന്തിച്ചതാണ്. അത് ഒഴിവാക്കുവാനായിട്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന പദ്ധതിയാണ്. നാം പറഞ്ഞുവല്ലോ, ഈ സന്താന സമ്പുഷ്ടി എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടത് ദൈവമാണ്. 3-ാമതായിട്ട് നാം കണ്ടത് ഒരു തക്ക തുണ മനുഷ്യന് വേണമെന്നുള്ളത് കണ്ടത് ദൈവമാണ്. ഇതെല്ലാം ദൈവം ചിന്തിച്ചപ്പോൾ തന്നെ ഈ ഒരു വിഷയവും ദൈവം
ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദുർനടപ്പ് ഒഴിവാക്കുവാനായിട്ട് ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തരും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ അനേകം പുരുഷന്മാരും അനേകം സ്ത്രീകളും ഉണ്ട്. പക്ഷെങ്കിൽ ഒരു പുരുഷന് അല്ലെ ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കും. ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്. അതാണ് ദൈവിക വ്യവസ്ഥ എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 3-4 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കും ചെയ്യട്ടെ. ശാരീരികമായിരിക്കുന്ന വിഷയങ്ങൾ അതിലുണ്ട്, മാനസികമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കടപ്പാടുകളുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഭാര്യയുടെ ആത്മീയ ജീവിതത്തിന് മേൽ ഭർത്താവിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവിന്റെ ആത്മീയ ജീവിതത്തിന്റെ മേൽ ഭാര്യയുടെ ഉത്തരവാദിത്വമുണ്ട്. പരസ്പരം ദൈവം തക്ക തുണയായിട്ടൊരു ഭാര്യയെ കൊടുത്തിരിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം അതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4-ാം വാക്യത്തില് ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച് ഞാൻ പെട്ടെന്ന് നിർത്താം. 5-ാമത്തെ വാക്യം, 5-6 വാക്യങ്ങൾ, 5-ാമത്തെ വാക്യം മാത്രം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടു കൂടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അതീന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും ഇവർ ചോദിച്ച ഏതോ ഒരു ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും വിവാഹം എന്ന് പറയുന്നത് തെറ്റാണോ എന്നായിരിക്കണം ഒരു പക്ഷേ അവർ ചോദിച്ചത്. ഉത്തരം കൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പലതരത്തിലുള്ള വിവാഹങ്ങൾ അവർ കണ്ടവരാണ്, പലതരത്തിലുള്ള വിവാഹങ്ങൾ കൂടെ അവർ കടന്നുപോയവരാണ്. അവരുടെ ചോദ്യത്തിന് പൗലോസ് നൽകുന്ന മറുപടിയാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 5-ാം വാക്യത്തില് അവിടെ നാം വായിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. വേർപെട്ടിരിക്കരുത്, ചേർന്നിരിക്കണം എന്ന് നമ്മൾ കാണുന്നത്. ആ ഉദ്ദേശത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അജിതേന്ദ്രിയത്വ നിമിത്തം സാത്താൻ നിങ്ങളെ ആത്മീയ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. അതുപോലെ തന്നെ 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ 11-ാമത്തെ വാക്യം, 10-11 വാക്യങ്ങൾ. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരിക വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. അപ്പോൾ ഇത് 2 തരത്തിലുള്ള വേർപിരിയലിനെ കുറിച്ചാണ് പറയുന്നത്. 5-ാം വാക്യത്തില് വേർപെട്ടിരിക്കരുത്, വീണ്ടും ചേർന്നിരുപ്പീൻ എന്ന് പറയുമ്പോൾ അത് താൽക്കാലികമായിരിക്കുന്ന വേർപെടലുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്പസമയത്തേക്ക് മാത്രമേ ആ നിലയിൽ വേർപെട്ടിരിക്കുവാനായിട്ട് ദൈവജനം ഉപദേശിക്കുന്നുള്ളൂ. അങ്ങനെ അല്ലാതിരുന്നാൽ നമ്മൾ വായിക്കുന്ന പോലെ സാത്താൻ പരീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പെർമനന്റ് ആയിട്ടുള്ള വിവാഹമോചനത്തെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. ഞാൻ എൻ്റെ കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. നാം ചിന്തിച്ചതാണ് ആ വിഷയം. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികയോ വിവാഹം കൂടാതെ പാർക്കണം. വ്യക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. വാസ്തവത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ ഈ നാടുകളിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. വിവാഹമോചനം എന്നുള്ള കാര്യത്തിൽ വളരെ നിസ്സാരമായിട്ട് അതിനെ കണക്കാക്കുന്ന ഒരു തലമുറയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കഴിഞ്ഞ തലമുറയേക്കാൾ അനുദിനം ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികയോ വിവാഹം കൂടാതെ പാർക്കണം. ഇനി അല്ലെങ്കിൽ അതിനൊരു മറുവശമുണ്ട്. എന്താ ചെയ്യാൻ പറ്റുന്നത്? അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നു കൊള്ളണം, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ഒന്നുകൂടെ നാം വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ആശയങ്ങൾ കുറെ കൂടെ നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ. പക്ഷേ നാം ഒരു കാര്യം ഓർക്കണം, എങ്ങനെയുള്ളവരോടാണ് പൗലോസ് ഇത് പറയുന്നത് എന്നുള്ള ബോധ്യം കൂടെ നമ്മുടെ മനസ്സിലുള്ളപ്പോഴാണ് നമുക്ക് ഈ അധ്യായം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നും ദൈവകൃപയിലേക്ക് വന്ന, രക്ഷിക്കപ്പെട്ട കർത്താവിനെ അംഗീകരിച്ച് മുൻപോട്ട് വന്ന ഒരു കൂട്ടം വിശ്വാസികളോടുള്ള ഉപദേശമാണിത്. അതേസമയം തന്നെ പല കാര്യങ്ങളും ശേഷം വിവാഹമോചനത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കൽപ്പനകൾ ഒക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവഹിത പ്രകാരം നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ വിവാഹ ജീവിതമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
എല്ലാത്തിലും നാം പറഞ്ഞതുപോലെ ഒത്തിരി കൃപാപരമായിട്ട് തന്നെ എടുത്ത് ദൈവനാമഭക്തനായിട്ട് വിവാഹ ജീവിതമായിരിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും.